ഒറ്റശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയെ പെണ്ണു കാണാനായി മനോജും അമ്മാവനും എത്തുന്നുണ്ട്. അങ്ങനെ അമ്മാവൻ തുളസിയോട് ചോദിക്കുന്നുണ്ട്, മകൾക്ക് എന്ത് സ്ത്രീധനം കൊടുക്കുമെന്നെല്ലാം ചോദിക്കുന്നു. അപ്പോൾ തുളസി പറയുന്നുണ്ട്, ആദ്യം ചെറുക്കനും പെണ്ണും തമ്മിൽ ഇഷ്ടാവട്ടെ, അതിനുശേഷം ബാക്കിയുള്ളതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ മീനാക്ഷി അവിടേക്ക് ചായ എല്ലാം കൊണ്ടുവരുന്നുണ്ട്. മീനാക്ഷിയെ കാണുന്നതോടെ അമ്മാവനും മനോജിനെല്ലാം മീനാക്ഷി ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സമയം കല്ലുമോൾ അവിടേക്ക് വരുന്നുണ്ട്. അമ്മാവൻ ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം? കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ആ കുഞ്ഞിനെ നോക്കില്ലേ എന്നെല്ലാം ചോദിക്കുകയാണ്. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, കുഞ്ഞിനെ ആരുടെ കയ്യിലൊന്നും ഏൽപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ യഥാർത്ഥ അവകാശം വരുന്നവരെ കുഞ്ഞെൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നു. അതെങ്ങനെ ശരിയാവും? ആ തറവാട്ടിലേക്ക് ഈ കുഞ്ഞുമായിട്ട് അങ്ങനെ വരാനൊന്നും പറ്റില്ല. അങ്ങനെ കഴിയുന്ന തറവാട്ടിലേക്ക് ഞാൻ പോകുന്നുള്ളൂ എന്ന് മീനാക്ഷി തീർത്ത് പറയാണ്. അപ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം കല്യാണത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കല്യാണ സമയത്ത് കതിർ മണ്ഡപത്തിലേക്ക് ഒരു കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് മോശമുള്ള കാര്യമാണെന്ന്, അതുമാത്രമല്ല വരുന്നവരോടെല്ലാം എനിക്ക് സമാധാനം പറയണ്ടേ എന്നെല്ലാം മനോജും പറയാണ്. അങ്ങനെ പിന്നെയും അമ്മാവൻ ഓരോരോ കാര്യങ്ങളെല്ലാം കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുളസീധരൻ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ആലോചിച്ചിട്ടൊരു മറുപടി പറയാമെന്ന് പറയുന്നു. ആ സമയം ഫിലോമിന മനോജിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മനോജിന്റെ അഭിപ്രായമാണ് അറിയേണ്ടത്, നിനക്ക് ഇഷ്ടമായോ മീനാക്ഷിയെ? മനോജ് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ആലോചിച്ചിട്ട് ഇതിനുള്ള മറുപടി പറയാമെന്ന് പറഞ്ഞ് അമ്മാവനും മനോജും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് മഞ്ജുമയാണെങ്കിൽ മീനാക്ഷിയെ ഫോണിൽ വിളിക്കുന്നു. മഞ്ജുമ, എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. നീ ഇന്നലെ അല്ലേ വിളിച്ചു വെച്ചത്, പിന്നെ എന്താ എനിക്ക് ഇന്ന് വിളിക്കാൻ പാടില്ല എന്ന് ദേഷ്യത്തോടെ മഞ്ജു ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ജുമ ചോദിക്കുന്നുണ്ട്, ഈ ആലോചനയും ചേച്ചി വേണ്ടാന്ന് വെച്ചല്ലേ എന്ന് ചോദിക്കുകയാണ്. ചേച്ചി എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഒരാലോചനയും ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് വെറുതെ ഒരാളുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല, എനിക്കും എൻ്റെതായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് മഞ്ജിമ പറയുന്നുണ്ട്. ചേച്ചിയുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ആ സുനിലിൻ്റെ വീട്ടുകാരാണെങ്കിൽ ആകെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അപ്പോൾ മീനാക്ഷി പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എന്താ പ്രശ്നം? അച്ഛൻ സമ്മതിച്ചതല്ലേ, പഠിത്തം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കല്യാണം നടത്താമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? മഞ്ജിമ പറയുന്നുണ്ട്, അതൊന്നുമല്ല, ചേച്ചിയുടെ കല്യാണം കഴിയാണ്ട് അച്ഛൻ എൻ്റെ കല്യാണത്തിനൊന്നും സമ്മതിക്കില്ല എന്നും പറയുന്നു. അതൊക്കെ നിന്റെ തോന്നല, നിനക്ക് നാളെ തന്നെ വേണമെങ്കിൽ സുനിലിനെ കല്യാണം കഴിക്കാം, ഞാൻ നിങ്ങൾക്ക് ഒരു തടസ്സമാവി നിൽക്കുക പോലും ഇല്ല എന്ന് മീനാക്ഷി പറയുന്നു. പിന്നെ ഈ മഞ്ജിമ മീനാക്ഷിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ കല്ലുമോള് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലേ, നീ അതിനോട് കാണിക്കുന്ന സ്നേഹമെല്ലാം വെറുതെ ആണല്ലേ എന്നെല്ലാം മീനാക്ഷി ചോദിക്കുകയാണ്. ഒന്ന് ഓർക്കണം മഞ്ജു, ആ കുഞ്ഞു കാരണമാണ് നീ ഇന്ന് സുനിലിനെ കാണാനും പരിചയപ്പെടാനുമുള്ള അവസരം ഉണ്ടായത് തന്നെ. എന്തായാലും നിന്റെ ഇഷ്ടത്തിന് ഞാനും എൻ്റെ കുഞ്ഞും ഒരു തടസ്സം നിൽക്കില്ല എന്നെല്ലാം പറയാണ്ടോ മീനാക്ഷി. ഇതെല്ലാം കേട്ട് മഞ്ജുമയ്ക്കും ആകെ വിഷമമാകുന്നു. പിന്നീട് തുളസീധരൻ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാൻ. ആ സമയം തുളസിയുടെ ഫോണിലേക്ക് ചന്ദ്രമോഹൻ വിളിക്കുന്നുണ്ട്. ആദ്യം തുളസി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, പിന്നീട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, തുളസി ചേട്ടൻ ഫോൺ എടുക്കില്ല എന്നാണ് ഞാൻ കരുതിയതെന്നെല്ലാം ചന്ദ്രമോഹൻ പറയുന്നു. തുളസി ചോദിക്കുന്നുണ്ട്, എന്തിനാ വിളിച്ചതെന്ന്? നമ്മൾ തമ്മിലൊരു കരാറുണ്ടല്ലോ, പല കരാറുകളും കാലാവധി കഴിഞ്ഞാൽ തീരുമെന്നും തുളസി പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, അങ്ങനെയുള്ളൊരു കരാറല്ലല്ലോ നമ്മൾ തമ്മിലുള്ളത്, ഏട്ടൻ മറന്നാലും ഞങ്ങൾ മറക്കില്ല, ലക്ഷങ്ങൾ വിലയുള്ള കരാറാണല്ലോ. കൊച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണേന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ, കൊച്ചിനെ കൊണ്ടുപോകാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്നും പറഞ്ഞ് തുളസിധരൻ ഫോൺ കട്ട് ചെയ്യുന്നു. ചന്ദ്രമോഹനാണെങ്കിൽ തുളസിയുടെ മനസ്സ് മാറിയത് അറിഞ്ഞ് ആകെ ഷോക്കായി നിൽക്കുകയാണ്. അങ്ങനെ തുളസീധരൻ മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, എല്ലാ ആലോചനകളും ഇങ്ങനെ തള്ളിക്കളഞ്ഞാൽ മതിയോ? പിന്നെ ആ ഫിലോമിനെ കൊണ്ടുവന്ന ആലോചന എന്തായെന്ന് അവരെന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താ അവർക്ക് മറുപടി കൊടുക്കേണ്ടതെന്ന് മോളോട് ചോദിക്കുകയാണ്. കല്ലുമോള് ഉപേക്ഷിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ട, അടുത്ത് തന്നെ എനിക്കൊരു ടീച്ചറായിട്ട് പോസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഞാനും കല്ലുമോളും ജീവിച്ചോളാം, നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല എന്നെല്ലാം പറയാണ്. മോളെ, ഞങ്ങൾ എപ്പോഴും മോളോട് പറഞ്ഞോ ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന്? ഇല്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ അച്ഛാ എന്ന് മീനാക്ഷിയും പറയാണ്. എൻ്റെ മോളുടെ യഥാർത്ഥ അവകാശം വരുന്നത് വരെ അവൾക്ക് താങ്ങും തണലുമായിട്ട് ഞാൻ അവളുടെ കൂടെ ഉണ്ടാവുമെന്ന് മീനാക്ഷി ഉറച്ച് പറയാണ്. ആ സമയം ചന്ദ്രമോഹൻ വിളിച്ച കാര്യം മീനാക്ഷിയോട് പറയുന്നുണ്ട്. അത് കേൾക്കുന്നതോടെ മീനാക്ഷി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. നീ വിഷമിക്കേണ്ട മോളെ, കല്ലുമോൾ അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കുകയൊന്നും ചെയ്യില്ല എന്ന് തുളസിയും പറയുന്നുണ്ട്. പിന്നീട് കല്ലുമോളുടെ ഒരു ഉടുപ്പ് തുന്നിക്കൊണ്ടിരിക്കുകയാണ് മീനാക്ഷി. അപ്പോൾ അവിടേക്ക് ഒരു കാറ് വന്നിറങ്ങുന്ന ശബ്ദം കേൾക്കുന്നു. മീനാക്ഷി ജനലിലൂടെ നോക്കുമ്പോൾ ചന്ദ്രമോഹൻ ഇറങ്ങി വരുന്നത് കാണുന്നതോടെ മീനാക്ഷി വീണ്ടും ഞെട്ടുകയാണ്. ചന്ദ്രമോഹനാണെങ്കിൽ ഇവിടെ ആരുമില്ലേ, തുളസിയേട്ട, പ്രസന്ന ചേച്ചി എന്നെല്ലാം വിളിക്കുന്നു. അങ്ങനെ പ്രസന്ന പുറത്തേക്ക് വരുന്നുണ്ട്. പ്രസന്ന ചന്ദ്രമോഹനെ കാണുമ്പോൾ പ്രസന്ന ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. എന്താ ചേച്ചി എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ നോക്കുന്നത്, എന്നെ മനസ്സിലായില്ലേ എന്നെല്ലാം ചോദിക്കുന്നു. ഇവിടെ തുളസിയേട്ടനില്ല, അതാണ് ഉള്ള സമയത്ത് വന്നാൽ മതി എന്ന് പറയുന്നു. മീനാക്ഷിയെ കണ്ടാലും മതിയെന്ന് പറയുന്നു. മീനാക്ഷി അങ്ങനെ ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പ്രസന്ന പറയുന്നുണ്ട്. ആ സമയം കല്ലുമോൾ അവിടേക്ക് ഓടി വരുന്നുണ്ട്. ചന്ദ്രമോഹൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ പ്രസന്ന അത് തടയുന്നുണ്ട്. വേണ്ട, കുട്ടിയെ എടുക്കണ്ട, അവളെ കരയിപ്പിക്കാനും പേടിപ്പിക്കാനും നിൽക്കണ്ട എന്നെല്ലാം പറയുന്നു. സാറിപ്പോൾ പോകാൻ നോക്കുന്നതെല്ലാം തീർത്ത് പറയാണ് പ്രസന്ന.
അങ്ങനെ ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.